ഒരു കാര്യം വളരെ വ്യക്തമാണ്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് നിരന്തരമായ സമ്പർക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസ് സ്റ്റാഫിനെയും കടകംപള്ളി സുരേന്ദ്രനെ തന്നെ നേരിട്ടും നിരവധി തവണ സമ്പർക്കം ചെയ്തതായി വിവരങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രൊപ്പോസൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നത്. ശബരിമലയിലെ സ്വർണം പൂശാനും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും മറ്റ് അനുബന്ധ വസ്തുക്കളും അവിടുന്ന് അഴിച്ചു മാറ്റി സ്വർണം പൂശാനുള്ള പ്രൊപ്പോസൽ ദേവസ്വം മന്ത്രിക്കാണ് ഇത് ആദ്യമായിട്ട് നൽകുന്നത്. അത് പത്മകുമാറിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമായിരുന്നു. പത്മകുമാറിന്റെ വീട്ടിലാണ് ഈ ഗൂഢാലോചന നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകാനുള്ള തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ദേവസ്വം മന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ച് ഇതിനൊരു ഔദ്യോഗിക മാനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശം ദേവസ്വം ബോർഡിന് കടകംപള്ളി സുരേന്ദ്രൻ കൈമാറുന്നത്. അങ്ങനെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനാവില്ല.